സിനിമാ മേഖലയിൽ അനാവശ്യമായി ബി.ജെ.പിയെ വലിച്ചിഴയ്ക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്. ഇടനിലക്കാരെ വെച്ച് കോടികൾ കൊടുത്ത ആളുകളെ കൂടെ നിർത്തേണ്ട ഗതികേട് ബി.ജെ.പിക്കില്ല. അമ്മ സംഘടന പിടിച്ചെടുക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുണ്ടെന്നത് വെറും വ്യാജ പ്രചരണം മാത്രമാണ്. സിനിമാ മേഖലയിലെ മുഖംമൂടി വെച്ച രാഷ്ട്രീയക്കാർ മാന്യത പാലിക്കണമെന്നും ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മുന്നറിയിപ്പ് നൽകി. ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായപ്പോൾ ബി.ജെ.പി അമ്മ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ കഥകൾ നെയ്തുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമക്കാരോടും ഇവിടുത്തെ സിനിമാ മേഖലയിലുള്ള ആൾക്കാരുടെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ സിനിമാ മേഖലയിൽ തന്നെയുണ്ട്. അതിൽ ബി.ജെ.പി രാഷ്ട്രീയം കടത്തണ്ട, രാഷ്ട്രീയ ഇടപെടൽ വേണ്ട എന്ന മാന്യമായ പക്വതയുള്ള ഒരു സമീപനമാണ് ഇന്നേ വരെ കേരളത്തിലെ സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങളിൽ ബി.ജെ.പി അവലംബിച്ചിട്ടുള്ളത്. കൃത്യമായ നിലപാടാണ്. നേരത്തെയും നമ്മളൊക്കെ പൊതുസമൂഹമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ അമ്മയിലെ തമ്മിലടിയിലേക്ക് എന്തിനാണ് അനാവശ്യമായി ബി.ജെ.പി പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ വലിച്ചഴക്കുന്നതെന്ന്. അതിൽ കൃത്യമായി തന്നെ ചില ഗൂഢനീക്കങ്ങളുണ്ട് എന്ന് പറയുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാലും ബി.ജെ.പി നിലപാട് കൃത്യമാക്കിയിട്ടുണ്ട്. ഒപ്പം എസ് സുരേഷ് പറയുന്നൊരു വാക്ക്, അമ്മയിലെ മുഖം മൂടി ധരിച്ച രാഷ്ട്രീയക്കാർ അവർ മാന്യത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പും കൂടി ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായും എസ് സുരേഷ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ? ജ്യോതിഷ്. ശ്യാംബാബു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് തന്നെ അമ്മയിൽ വലിയ പ്രശ്നങ്ങളാണുള്ളത്. അതിലേക്ക് ഇപ്പോൾ ബി.ജെ.പിയെ വലിച്ചിഴയ്ക്കുകയാണ്. കാരണം അമ്മയുടെ ഉള്ളിലെ പ്രശ്നങ്ങളിലേക്ക് ബി.ജെ.പിയെ വലിച്ചിഴക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കോടികൾ മുടക്കി സിനിമാക്കാരെ വിലക്കെടുക്കേണ്ട ആവശ്യവും ബി.ജെ.പിക്കില്ല. കാരണം ബി.ജെ.പി എന്ന് പറഞ്ഞ ഒരു ദേശീയ പാർട്ടിയാണ്, രാജ്യം ഭരിക്കുന്ന ഒരു വലിയൊരു പാർട്ടിയാണ്. അത്തരത്തിലൊരു പാർട്ടിക്ക് സിനിമാക്കാരെ പണം കൊടുത്ത് കോടികൾ കൊടുത്ത് വശത്താക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗതികേട് തങ്ങൾക്കില്ല എന്നാണ് ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് നിന്നും സിനിമാ രംഗത്ത് നിന്നും മറ്റ് പൊതുമേഖല മറ്റ് രംഗങ്ങളിൽ നിന്നെല്ലാം ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്നുണ്ട്. അത് ബി.ജെ.പിയോടും അതുപോലെ തന്നെ മോദിയുടെ രാഷ്ട്രീയ നിലപാടുകളോടും അല്ലെ രാജ്യത്തിൻ്റെ വികസനത്തോടുമുള്ള താല്പര്യം കൊണ്ടാണ് ഓരോരുത്തരും വരുന്നത്. അല്ലാതെ പണം കൊടുത്തല്ല ഇവരൊന്നും ഈ പാർട്ടിയിലേക്ക് വരുന്നത് എന്നാണ് ഇപ്പോൾ സുരേഷ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സുരേഷ് ഗോപി ഈ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള രാഷ്ട്രീയത്തിൽ വന്നു. കോടികൾ ലഭിച്ചിരുന്ന സിനിമാ മേഖലയിൽ നിന്ന് കോടികൾ ലഭിച്ചിരുന്ന ഇത് വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അതെല്ലാം പൊതുപ്രവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ മോദിയുടെ നിലപാടുകളോടുള്ള താല്പര്യം കൊണ്ടാണ് സുരേഷ് ഗോപി വന്നിരിക്കുന്നത്. ഇപ്പോൾ ശ്വേതാമേനോന്റെ കേസാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മയെ അസോസിയേഷനിൽ പറയുന്നത് കാരണം അതിൽ ശ്വേതാമേനോനെ സംബന്ധിച്ചിടത്തോളം ഈ ബി.ജെ.പിയുടെ നോമിനി ആയിട്ടല്ല ശ്വേതാമേനോൻ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത്. കാരണം അത് ആ സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ തെരഞ്ഞെടുത്താണ് ശ്വേതാമേനോനെ അമ്മയുടെ പ്രസിഡന്റ് ആക്കിയത്. അതിൽ ഒരു ബി.ജെ.പിക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല, ഇപ്പോൾ ഇന്നസെന്റ് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു. അതിപ്പോൾ ആ സമയത്ത് ബി.ജെ.പി പറഞ്ഞിട്ടില്ല CPMകാർക്ക് വേണ്ടിയാണ് അമ്മ സംഘടന പ്രവർത്തിക്കുന്നതെന്ന് ബി.ജെ.പി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ രമേശ് പിഷാരടി അഡ്ഹോക്ക് കമ്മിറ്റിയുടെ കൺവീനർ ആയിട്ടുണ്ട്. അത് കോൺഗ്രസിന് വേണ്ടിയാണെന്നും ബി.ജെ.പി പറഞ്ഞിട്ടില്ല. അല്ലെ കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അമ്മ സംഘടനയുടെ അഡ്ഹോക്ക് കമ്മിറ്റിയിലെ കൺവീനർ ആക്കിയെന്ന് ബി.ജെ.പി ആരോപിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ശ്വേതാമേനോന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് ബി.ജെ.പിയെ വലിച്ചിഴക്കുന്നത് എന്നാണ് ഇപ്പോൾ സുരേഷ് ചോദിക്കുന്നത്. മാത്രമല്ല, ജ്യോതിഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കൃത്യമായ ചോദ്യങ്ങളാണ് ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് മുന്നോട്ട് വയ്ക്കുന്നത്.